അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമുഖങ്ങളൊന്നുമില്ലാതെ ആദ്യം എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒരുവിധം ആളുകളൊക്കെ എന്നെ കണ്ടിട്ടും അറിഞ്ഞിട്ടും കേട്ടിട്ടുണ്ടാവും. നൗഷാദ് ഹസനിയുടെ കൂടെ 5-6 വർഷത്തോളമായി ഞാൻ ഖാദിമും ഡ്രൈവറും മറ്റുമായി ഏകദേശം ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയവും എന്ന് പറയാം ഉസ്താദിൻ്റെ ഒരു തണലായിക്കൊണ്ട് ഞാൻ ഇതുവരെയും ഉസ്താദിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പറയേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ സാന്ദർഭോചിതമായി പറയൽ അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വിവാദങ്ങളും മറ്റു ചർച്ചകളും ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാം ഉസ്താദിൻ്റെ കൂടെ മിക്ക സ്ഥലങ്ങളിലും കൂടെ പോയി ഒരുവിധം ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് നിന്നിരുന്നവനാണ് ഞാൻ. ഇപ്പോഴിവിടെ ഞാൻ സംസാരിക്കാനുള്ള ഒരു കാരണം, കഴിഞ്ഞ നവംബർ 21 വ്യാഴാഴ്ച രാത്രി മലപ്പുറം സുന്നി മഹല്ലിൽ വെച്ച് അതിൻ്റെ മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ എൻ്റെ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തെ നിഷേധിച്ചുകൊണ്ട് ഉസ്താദ് ഇപ്പോൾ പുതുതായി ഒരു വീഡിയോ എല്ലായിടത്തും എത്തുന്നത്, അതേപോലെ പിന്നെ യൂട്യൂബിലും മറ്റും എത്തിയത് കാണാനിടയായി. ഇങ്ങനെ ഒരു നടത്തിയ പ്രഭാഷണം അത് കളവാണ് അല്ലെങ്കിൽ അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയൽ അനിവാര്യമാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനിവിടെ ഇതെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോവുകയും ചർച്ച നടത്തുകയും എല്ലാം ചെയ്തു. പിന്നീട് ഉസ്താദ് തന്നെ ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കാനിടയായി മുഹമ്മദ് രാമന്തളിയും ജിഷാനുമെല്ലാം ഉസ്താദിനെ നിർബന്ധിക്കുകയും ഈ സംസ്ഥയാകുന്ന ഒരു പടുകുഴിയിലേക്ക് വീഴ്ത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കാനിടയായി. സത്യത്തിൽ ഉസ്താദ് തന്നെ സ്വന്തം തീരുമാനമെടുത്ത് ഉസ്താദ് തന്നെ മുൻകൈയെടുത്ത് ഈ ചർച്ചകളിലും മറ്റുള്ള ഓരോ മീറ്റിങ്ങുകളിലുമെല്ലാം ഉസ്താദ് തന്നെയാണ് പിന്നെ എല്ലാ ആളുകളെയും കൊണ്ടുപോയി ഇതിനുള്ള മുഹമ്മദ് രാമന്തള്ളിയെയും അല്ലെങ്കിൽ ഉസ്താദിൻ്റെ കൂടെ പുതുതായിട്ടുള്ള 2 പേരെയും എല്ലാ ചില മീറ്റിങ്ങുകളിലൊക്കെ കൊണ്ടുവരാനുണ്ടായ കാരണം ഉസ്താദ് തന്നെയാണ്. ഇതിനെല്ലാം ഉസ്താദിൻ്റെ കൂടെ നിന്നു, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി എന്നുള്ള ഒരു കാരണമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉസ്താദുമായിട്ട് ഇത്രയും ബന്ധമുണ്ടാകുമ്പോൾ ഉസ്താദിൻ്റെ എല്ലാ നീക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ ചർച്ചകളിലും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ എനിക്കറിയാം, ആദ്യമായിട്ട് SKSSFൻ്റെ വ്യക്തികളുമായിട്ട് ഉസ്താദ് ഒരു ചർച്ച നടത്തുന്നത് ഒതുക്കുങ്ങലിൽ വെച്ചാണ്. ഇസ്മായിൽ സക്കാഫിയുടെ പ്രഭാഷണമുള്ള ആ ദിവസം ഒതുക്കുങ്ങലിൽ വെച്ച് കബീർ അൻവരിയുമായി നടത്തിയ ചർച്ച ആദ്യമായി SKSSFൻ്റെ ആളുകളുമായിട്ട് ചർച്ച നടത്തിയതിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ചർച്ച അതായിരുന്നു. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് നിരന്തരം പല സ്ഥലങ്ങളിലും പോയി ചർച്ച നടത്തുകയും മലപ്പുറം ജില്ലയിലെ തന്നെ പല ഭാഗങ്ങളിലും പോയി, അല്ലെങ്കിൽ മലപ്പുറത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഓരോ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ മുൻകൈയെടുക്കുന്നത് അത് ഉസ്താദ് സ്വന്തം തന്നെയായിരുന്നു. അല്ലാതെ വേറെ ആരും ഉസ്താദിനെ നിർബന്ധിപ്പിച്ചോ അല്ലാതെ ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയോ ഇതൊന്നും ചർച്ച ചെയ്തതായിരുന്നില്ല. എനിക്കറിയാം, ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് പല താല്പര്യങ്ങളോടുകൂടിയായിരുന്നു ഈ ചർച്ചയെ അഭിമുഖീകരിച്ചിരുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയടാ എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഉസ്താദ് തന്നെ പറഞ്ഞു, വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം ഉസ്താദ് തന്നെ മുൻകൈയെടുത്ത് ഉസ്താദ് തന്നെ ക്ലിപ്പുകൾ ഉണ്ടാക്കി അതിന് ഉസ്താദ് തന്നെ മാറ്ററുകളെല്ലാം തയ്യാറാക്കി നടത്തിയ ഉസ്താദിൻ്റെ
പരിശ്രമത്തിലൂടെ ഉസ്താദ് സ്വന്തം മുൻകൈയെടുത്ത് വളരെ താല്പര്യപൂർവ്വമായിരുന്നു ഈ കഴിഞ്ഞ നവംബർ 21 വ്യാഴാഴ്ച രാത്രി സുന്നി മഹലിൽ വെച്ചാണ്ട് ഉസ്താദ് ഒരു 1.25 മണിക്കൂർ പ്രഭാഷണം നടത്തിയിരുന്നത്. അല്ലാതെ അതൊരിക്കലും SKSSFന്റെ ആളുകളോ അല്ലെങ്കിൽ സമസ്തയുടെ ആളുകളോ നിർബന്ധിപ്പിച്ച് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചതോ അല്ലാതെ മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതോ ഒരിക്കലുമായിരുന്നില്ല. അത് ഉസ്താദ് തന്നെ വളരെ താല്പര്യപൂർവ്വം വാഹനങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇവിടേക്ക് എത്തി. എന്നിട്ട് അല്പനേരം വിശ്രമിച്ച് മുകളിൽ പോയി ചർച്ച നടത്തുകയും ഇവയെല്ലാം നടത്തിയത് ഉസ്താദിന്റെ താല്പര്യപൂർവ്വമായിരുന്നു. അല്ലാതെ ഒരിക്കലും ഇതൊരു അവലോകനമായിട്ടോ അല്ലെങ്കിൽ അതിലൊരിക്കലും നമുക്ക് കേൾക്കാൻ കഴിയും. ഒരിക്കലും ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണമല്ല ഉസ്താദ് അവിടെ നടത്തിയിട്ടുള്ളത്. ഉസ്താദ് തന്നെ നല്ല സന്തോഷത്തോടെ ചിരിച്ച് അതിലെല്ലാം തെളിവുകളൊക്കെ പറയുമ്പോൾ വളരെ താല്പര്യപൂർവ്വമായിരുന്നു ഉസ്താദ് അതിനെ ഫേസ് ചെയ്തിരുന്നത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നവംബർ 23 തീയതി അന്ന് തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇനി നമ്മളെ നേതാക്കന്മാരെ ഇന്ന് കാണണം, എങ്ങനെ കാണാം എന്നെല്ലാം. അപ്പോൾ ചിലർ പറഞ്ഞു ഓരോ ഉസ്താദുമാരെ വീട്ടിൽ പോയി കാണാം, പാണക്കാട് തങ്ങൾ അവിടെ പോയി കാണാം, ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ടോട്ടി പോയിട്ട് കാണാം. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു ദിവസം നവംബർ 23 തീയതി ശനിയാഴ്ച ഉച്ചക്കായിരുന്നു ഇതെല്ലാം ഒത്തുചേർന്നത്. അതുമല്ല എല്ലാ ഉസ്താദുമാരും പട്ടിക്കാട് ജാമിയയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് എല്ലാവരും ഒത്തുചേരുകയുണ്ടായി. അങ്ങനെ ഈ വിവരം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഉസ്താദും ഞാനും മുഹമ്മദ് രാമന്തളിയും അതേപോലെ മറ്റുള്ള രണ്ടുപേരും പുതുതായി ഉസ്താദിന്റെ കൂടെ ചേർന്ന രണ്ടുപേരും കൂടെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ എല്ലാ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ ഒരു മീറ്റിംഗിൽ ഉസ്താദ് പ്രഭാഷണം നടത്തുകയുണ്ടായി. ഒരു ക്ഷമാപണം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഉസ്താദിന്റെ താല്പര്യപൂർവ്വം ഉസ്താദ് സ്വന്തം തന്നെ നടത്തി. ഉസ്താദ് തെറ്റുകളെല്ലാം എടുത്തു പറഞ്ഞ് ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ള നിലയ്ക്ക് മാപ്പ് പറഞ്ഞ് വളരെ താല്പര്യപൂർവ്വമായിരുന്നു അന്ന് ഉസ്താദ് അവിടേക്ക് ചെന്നത്. അങ്ങനെ വളരെ സ്വാഗതാർഹമായി ഉസ്താദിനെ നല്ല നിലക്ക് തന്നെ ഉസ്താദുമാർ സ്വീകരിക്കുകയും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു നല്ല ജീവിതം ഞാനൊരു SKSSFന്റെ അല്ലെങ്കിൽ സമസ്തയുടെ ഒരു പ്രവർത്തകനായി ഞാൻ നിലകൊള്ളുമെന്നുമെല്ലാം ഉസ്താദ് അവിടെ വെച്ച് പറയുകയുണ്ടായി. നമുക്ക് ആ വീഡിയോയിലൊക്കെ നമുക്കത് കാണാം. അങ്ങനെ അവിടുന്ന് ഉസ്താദുമാരുടെ എല്ലാ ആശീർവാദങ്ങളുമായി പുറത്തിറങ്ങിയതായിരുന്നു ഉസ്താദ്. അങ്ങനെ ഇപ്പോൾ ചിലരുടെ വാദമുണ്ട് അത് വ്യാജമാണെന്നും അല്ലെങ്കിൽ ഈ CD മറ്റുള്ളവർ നിർബന്ധിപ്പിച്ച് പറഞ്ഞതാണെന്നുമെല്ലാം ഉള്ള പ്രചരണങ്ങൾ. അത് ഒരിക്കലും വസ്തുതാപരമല്ല. ഇത് ഒരിക്കലും അത് നമ്മൾ അംഗീകരിക്കാൻ ഉതകുന്ന ഒരു സംഭവമല്ല. കാരണം ഇതെല്ലാം ഉസ്താദിന്റെ സ്വമേധയാലുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ നിന്നു. ഏകദേശം ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ ഇതിനെല്ലാം അത് പത്രങ്ങളിൽ ഔട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയുണ്ടായി. അപ്പോൾ മാറി താമസിക്കുന്ന ആ സമയത്ത് അവിടെ ഉസ്താദിന്റെ കൂടെ ഏകദേശം 5-6 വർഷമായി ഞാൻ ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. പെട്ടെന്ന് ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് 2 ആളുകൾ ഉസ്താദിന്റെ കൂടെ വരികയും അപ്പോൾ ഉസ്താദുമായിട്ട് അവര് ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്താദും അവരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏകദേശം 4-5 വർഷത്തോളമായി മുഹമ്മദ് രാമന്തലിയും ഉസ്താദുമായിട്ടുള്ള ബന്ധം, 5-6 വർഷമായി ഞാൻ ഉസ്താദുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം ഉസ്താദിന് ഇപ്പോൾ അന്യമാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ഉസ്താദിന്റെ പിന്നീട് ഈ 2 വ്യക്തികൾ വന്നതിന് ശേഷമുള്ള ഞങ്ങളുമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലൂടെ ഞങ്ങൾക്ക് കാണാനിടയായത്. ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വിളയിൽ പറഞ്ഞ എടവണ്ണപ്പാറക്ക് അടുത്ത വിളയിൽ എന്നുള്ള സ്ഥലത്ത് ഒരു ടീമുമായിട്ട് ഞങ്ങളൊരു വണ്ടിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും അത് ആ സംഭവം മറക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ എത്രയോ വിഷമിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദർഭം മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ട് വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഈ 2 വ്യക്തികളെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വ്യക്തി ഒരു സിദ്ദീഖ് സുഹരിയും അതേപോലെ അബ്ദുൽ അസീസ് മഹ്ലരിയുമായിരുന്നു ഈ 2 വ്യക്തികൾ. ഇതിലുള്ള ഒരാളായിരുന്നു അന്ന് ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ മഹ്ലരിയായിരുന്നു ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഉസ്താദ് എവിടേക്ക് പോകുമ്പോഴും ഞാനായിരുന്നു ഉസ്താദിന്റെ ഒരു നിഴലായിട്ട് ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞൊരു വാക്ക്, ഉസ്താദ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ഞാൻ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ നീ അവിടെ നിൽക്ക്, മഹ്ലരി എൻ്റെ കൂടെ വന്നാൽ മതി എന്നുള്ള ഒരു കൽപ്പനയും അല്ലെങ്കിൽ ഒരു ശാസനയുമാണ് എനിക്ക് കേൾക്കാനിടയായത്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. കാരണം ഇപ്പോൾ ഈ മഹ്ലരിയും ഇവരെല്ലാം വന്നതുകൂടി നമ്മൾ അന്യമായല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്.
അന്ന് ഞാൻ സത്യത്തിൽ നല്ല ഒരു അറ്റാക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു നല്ല വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് രാമന്തളി എന്നുള്ള ആ മാന്യദേഹം, ആ വ്യക്തി അത് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് പരമാവധി ഞാൻ ക്ഷമിക്കുകയും പിന്നെ അദ്ദേഹം എന്നെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ഉടനെ ഉസ്താദിൻ്റെ അന്ന് പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ കണ്ടുമുട്ടുമ്പോഴും ഉസ്താദ് നമ്മോട് യാതൊരു മൈൻഡും ചെയ്യുന്നില്ല. കാരണം എന്താണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്ക് അറിയുന്ന പോലുമില്ല. എന്നിട്ട് അവിടുന്ന് ഉസ്താദ് ഈ മഹ്ലരിയും കൂട്ടി വേറൊരു വണ്ടിയിൽ അവിടുന്ന് കടന്നു കളഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ 5 അല്ലെങ്കിൽ 6 വർഷമായി കൂടെ ഉണ്ടായിരുന്ന എന്നെ ഉസ്താദ് തള്ളുകയും ഈ 3 ആഴ്ചയായി വന്ന ഈ മഹ്ലരിയെ കൂടെ കൂട്ടുകയും ചെയ്തത് വളരെ എനിക്ക് ആഘാതം സൃഷ്ടിക്കുകയുണ്ടായത്. വളരെ വിഷമിച്ചിട്ടുണ്ട് ഞാൻ. പലപ്പോഴും ഇത് ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 2 വ്യക്തികൾ വന്നതിന് ശേഷം നമ്മൾ അന്യമായല്ലോ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഇതിനു ശേഷം ഉസ്താദ് കടന്നു കളഞ്ഞു. പിറ്റേ ദിവസം SKSSFന്റെ പല പ്രവർത്തകന്മാർക്കും ഉസ്താദ് അവിടുന്ന് കടന്നു കളഞ്ഞപ്പോഴും പിറ്റേന്നും SKSSFന്റെ പ്രവർത്തകന്മാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പരിപാടിയിൽ എത്തും, അല്ലെങ്കിൽ ഞാൻ മരുവിനെത്തും, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് നിന്ന് ഡയറക്റ്റായിട്ട് ഞാൻ പരിപാടിയിലേക്ക് വരുമെന്നൊക്കെ. ആ ഒരൊറ്റ ഒരു ഉസ്താദിൻ്റെ ആ വാക്ക് കൊണ്ടും അല്ലെങ്കിൽ ഉസ്താദിനെ നമ്മൾ വിശ്വസിച്ച് പോയിട്ടുണ്ട്. ഉസ്താദിനെ ഇക്കാലം വരെ ഞാൻ എത്രത്തോളം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ശരീരത്തിലാണ് ഞാൻ ഉസ്താദിനെ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയ ഒരു സംഭവമുണ്ട്, അല്ലാ നീ എന്നെ എന്തും ചെയ്തോ, പക്ഷെ എൻ്റെ ഉസ്താദിനൊരു പോറൽ പോലും ഏൽക്കല്ലേ എന്ന്. അത് പലപ്പോഴും ഞാൻ ഈ ഒരു സന്ദർഭം ആലോചിച്ച് കരഞ്ഞിട്ട് പോലും ഉണ്ട്. കാരണം ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ ഞാൻ ഉസ്താദിനെ സ്നേഹിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. കാരണം ഉസ്താദിനെ അതിനു മാത്രം ഞാൻ സ്നേഹിച്ചു പോയി എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഉസ്താദാണ് എന്നെ ഒഴിവാക്കിയതും. കാരണം ഈ ഉസ്താദ് പറഞ്ഞത് ഞാൻ അത്രത്തോളം ഉസ്താദിനെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉസ്താദ് കോഴിക്കോട് മുതലക്കുളത്ത് ആ സ്റ്റേജിൽ കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ഉള്ള സ്റ്റേജിലേക്ക് ഞാൻ കയറിയത്. അല്ലാതെ ഒരിക്കലും എൻ്റെ സ്വന്തം ഒരു നിലപാട് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിലേക്ക് വലിച്ചേക്കപ്പെട്ടത് ഉസ്താദിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ഈ ദർസിലായിട്ട് ഇങ്ങനെ കൂടുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സന്ദർഭമോ ഒരാളും എന്നെ അറിയുകയില്ല. എനിക്കെൻ്റെ പഠനവും മറ്റും നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി, അതെൻ്റെ ഭാവിക്കും നല്ലതാണ്. ഇത് ഇങ്ങനെ ഒന്ന് വലിച്ചേക്കപ്പെട്ടപ്പോൾ എനിക്കും ഇത് വളരെ സങ്കടമുണ്ട്. കാരണം ഞാൻ എന്തിനാണ് ഇതിൽ വെറുതെ ഒരു ചാവേറാവുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിയാവുന്നത് എന്നെല്ലാം ഞാൻ ഓർത്തിട്ടുണ്ട്. ഇങ്ങനെ ഉസ്താദാണ് സത്യത്തിൽ എന്നെ പ്രതി ചേർക്കുന്നതും. കാരണം ഉസ്താദിന്റെ കൂടെ നടന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ ഇതിലെല്ലാം എന്നെ വലിച്ചേക്കപ്പെടാനുള്ള ഒരു കാരണമുണ്ടായത്. കാരണം ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിലുള്ള സന്ദർഭങ്ങളും മറ്റും. കാരണം പിറ്റേ ദിവസവും ഉസ്താദ് പറഞ്ഞു, കോട്ടക്കൽ സ്റ്റേജ് മേലും ഞാൻ കയറുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും അതിന്റെ തലേന്ന് സംഭവിച്ചതുപോലെ തന്നെ ആയിരുന്നു അന്നും സംഭവിച്ചത്. ഇങ്ങനെയായിരുന്നു ഇതിന്റെ എല്ലാം സംഭവങ്ങൾ. യഥാർത്ഥത്തിൽ മുഹമ്മദ് രാമന്തളിയും അതേപോലെ ജിഷാൻ മാഹിയും ഉസ്താദിനെ ഈ ഒരു സംഭവത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നു എന്നാണ് നമുക്ക് കേൾക്കാനിടയത്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഈ ജിഷാൻ ചിലപ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ടോ അല്ലേ അത് അവനോട് തന്നെ ചോദിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് രാമന്തളിയെയും മറ്റുള്ള ആളുകളെയും ഉസ്താദാണ് സത്യത്തിൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഇവരെല്ലാം ഉസ്താദിനെ പിടിച്ചു കൊണ്ടുവന്നതല്ല. ഈ ഉസ്താദ് തന്നെ സ്വന്തം പ്രേരണയാൽ അല്ലെങ്കിൽ ഉസ്താദിന്റെ സ്വന്തം ആഗ്രഹത്താൽ അല്ലെങ്കിൽ ഉസ്താദ് സ്വന്തം ചിന്തിച്ചുണ്ടാക്കിയ ഒരു സെറ്റപ്പിലേക്ക് ഉസ്താദ് തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് നടന്നിട്ടല്ല ഉസ്താദിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നല്ലാതെ ഇവരെ ഈ ആളുകളെ പല ന്യായങ്ങളും പറഞ്ഞ് ഉസ്താദ് പലപ്പോഴും ഈ ഒരു സന്ദർഭത്തിൽ വഞ്ചിക്കുകയായിരുന്നു സത്യത്തിൽ ഉസ്താദിന്റെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ പരിപാടിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സമസ്തയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ കേൾക്കാനിടയായി പല ഓഫറുകളും SKSSFന്റെ പ്രവർത്തകന്മാർ സമസ്തന്റെ ആളുകൾ ഉസ്താദിന് നൽകിയിട്ടുണ്ടെന്ന്. ഒരിക്കലും പച്ചക്കള്ളമാണ്. കാരണം നമുക്കറിയാം ഉസ്താദിന്റെ കടങ്ങൾ തന്നെ ഇപ്പോഴവിടെ പെൻഡിങ്ങിലായിട്ട് കിടക്കുകയാണ്. അല്ലാതെ SKSSFുമായി നടത്തിയ ചർച്ചകളിൽ ഉസ്താദിന് സത്യപാത മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഒരിക്കലും ഒരു ഓഫറുകളോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ ഉസ്താദിന് ലഭിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരോട് എൻ്റെ ഉസ്താദിന് താല്പര്യമില്ലാതെ SKSSFന്റെ നിർബന്ധത്തിന് വഴങ്ങും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്.
അല്ലാതെ ഉസ്താദിന്റെ സ്വന്തം ഒരു മനസ്സിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് ഉദിച്ച ഒരു സംഭവങ്ങളാണ് ഉസ്താദ് ഈ നടത്തിയതും ഈ കാട്ടിക്കൂട്ടിയതും എല്ലാം. അല്ലാതെ ഇത് അങ്ങനെയാണെങ്കിൽ ഇത്ര കാലം ഉസ്താദ് പ്രസംഗിച്ച് ഉസ്താദ് മുഖാമുഖങ്ങൾ നടത്തി സംവാദങ്ങൾ നടത്തി ജനങ്ങൾ ഉത്ബുദ്ധരാക്കിയ ഈ ആദർശങ്ങളെല്ലാം എവിടെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ ഉസ്താദിനെ മറ്റുള്ളവര് പലതും കാണിച്ച് അല്ലെങ്കിൽ പലതും ഓഫറുകൾ ചെയ്ത് പല പ്രലോഭനങ്ങളിലും ഏർപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് ഉസ്താദിനെ കൊണ്ടുവന്നതല്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യവും. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മാന്യ സുഹൃത്തുക്കൾ SSFന്റെ അല്ലെങ്കിൽ SOSന്റെ അല്ലെങ്കിൽ ആദർശത്തെ സ്നേഹിക്കുന്ന ഉത്ബുദ്ധരായ എൻ്റെ ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഒരു നിഷ്പക്ഷമതിയായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തന്നെ ഈ ഇതിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി അതല്ല, ഈ ക്ലിപ്പുകളും അല്ലെങ്കിൽ ഉസ്താദ് ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഉസ്താദ് ആദ്യം പറഞ്ഞതിലുള്ള ക്ലിപ്പുകളെല്ലാം നമുക്കറിയാം വളരെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം കഴിഞ്ഞ മാതൃഭൂമിയിലുള്ളതും അതേപോലെ പൊന്മുള ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും ക്ലിപ്പുകളെല്ലാം ചേർത്തിട്ടുള്ള ഒരു CD യാണ് ഉസ്താദ് ഇറക്കിയത്. അങ്ങനെ ഇവയെല്ലാം കണ്ട് നിങ്ങൾ നല്ല ഒരു നിയ്യത്തിൽ നല്ലൊരു ഖസ്ദിൽ നിങ്ങൾ ഇവയെല്ലാം വിലയിരുത്തണമെന്ന് മാത്രം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാഥൻ സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിൽ തന്നെ ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.